الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله أولئك يلعنهم الله صدق الله العظيم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يميني يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. أصحاب الفضيلة أصحاب السعادة والسماحة أيها الحفل الكريم، وأنا ألقي بين الحاضرين بكلمات في اللغة المليبانية حتى يفهموا هذه الكلام إن شاء الله، ولا أطيل الكلام، ولكن للضيوف إجازة إذا تريدون الذهاب لكم الإجازة إن شاء الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. എങ്കിലും ആളുകൾ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വയറ് നിറയെ ഇൽമ് ഇവിടെ ലഭിച്ചത് കൊണ്ടും ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയ ഭാഗം പോലും പറയാൻ നമുക്ക് കഴിവില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ 124,000 പരം വരുന്ന അംബിയ മുർസലുകളിൽ പ്രധാനികളിൽപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദി വലിയകൂന മിനൽ മുഖ്മിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശഭൂമികളിൽ മറഞ്ഞു കിടക്കുന്ന ഗൈബിയായ അദൃശ്യമായ സംഭവങ്ങൾ നാം കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടുത്തെ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ പോലും കാണാത്ത അദൃശ്യമായ അഗോചരമായ അറിവ് ലഭിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഈ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ആധിക്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും തൗഹീദ് ശക്തിപ്പെടുത്താനും. അങ്ങനെ തുടങ്ങിയ അമ്പിയാക്കന്മാർക്ക് വലിയ വലിയ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പക്ഷേ അവരുടെ ഇൽമ് എല്ലാം കൂടി നോക്കിയാൽ فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. ഇൽമിന്റെ വിഷയത്തിൽ 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അടുക്കുക പോലും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇവിടെ അറിവ് സമ്പാദിച്ച് പൂർത്തിയാക്കിയവർ? ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചു എന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഏറ്റവും വലിയ ഒരു ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടത്? ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഘനമുള്ള ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടു അടുത്ത ദിവസം. അതിനു മുമ്പ് കുറേയധികം ഐലൻഡുകൾ, ദ്വീപുകൾ കണ്ടുപിടിക്കപ്പെട്ടു. 2 വർഷം മുമ്പ് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഘനമുള്ള മറ്റൊരു ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടു. ഇങ്ങനെ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വതറാ അജായിബ ആലമിൽ മലകൂതി وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما. عمر القاضي البلنقوطي رضي الله عنه അദ്ദേഹത്തിന്റെ ഖസീദയിൽ പറഞ്ഞതാണ്, وترى عجائب علم الملكوت. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അവിടുന്ന് അലമുൽ മലക്കൂത്ത്, അദൃശ്യ ലോകത്തിന്റെ മുഴുവൻ അലമുകളും കണ്ടുപോയി. സറായിറൻ നാസൂത്തി വൽ ജബറൂത്തി, വിജനസ്ഥലവും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതുപോലെ നാസൂത്തിന്റെയും ജബറൂത്തിന്റെയും എല്ലാ രഹസ്യങ്ങളും അവിടുന്ന് കണ്ടുപോയി. അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടു. ലാഹൂത്തിലെ മുദർരിസായി മസ്ജിദിൽ ദർസ് നടത്തി മലായിക്കത്തിന്. അങ്ങനെ കമ്മിൻ ലദുന്നിയിൻ ഹവാഹു ഉലൂമ, എത്രയെത്ര ഇൽമുകൾ, എത്രയെത്ര ലദുൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ട് തന്നെ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുകും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും അനാ. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്ന ആൾ ഞാനാണ്. അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആൾ ഞാനാണ്. അല്ലാഹുവിനെ ഏറ്റവും അധികം തഖ്വ ചെയ്യുന്ന ആളാണ്. പരിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും ഐ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രമുൻ നാസ് അക്രമുൽ ഖൽഖ് ഇൻദല്ലാഹി അത്ഖൽ ഖൽഖി അത്ഖൽ നാസി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന അലിമുക്കും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ്, അതുപോലെ അവിടുത്തെ അഖ്ല്, അവിടുത്തെ ഫഹ്മ്, അവിടുത്തെ ജമാല്, അവിടുത്തെ സഖാവത്ത്, അവിടുത്തെ ജൂദ്, അവിടുത്തെ സദഖ ധർമ്മം എല്ലാം അലാ വജ്ഹിൽ കമാൽ, പരിപൂർണമായ നിലയിൽ. وأحسن منك لم تر قط عين وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. وأحسن مثلك وأحسن منك أي مثلك لم تر قط عين
അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ഒരാൾക്കും ഒരാളെയും കാണാൻ സാധ്യമല്ല. അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യരെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ ഭംഗിയുള്ള ആളാണ്. പക്ഷേ وصحبه زليقا لو رأينا جبينه لأثرن تقطيع القلوب على الأيدي. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ടപ്പോൾ കൈമുറിച്ചു പോയ ഖത്തഅന ഐദിയഹുന്ന എന്ന് ഖുർആനിൽ പഠിപ്പിച്ച കൈമുറിച്ചു പോയ സഹോദരിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നുവെങ്കിൽ ലഅസർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദി, കൈമുറിക്കുന്നതിനേക്കാൾ അവരുടെ ഹൃദയങ്ങൾ മുറിക്കാൻ അവർ തെരഞ്ഞെടുക്കുമായിരുന്നു. അത്രയും വലിയ അജ്മലുൽ ഖൽഖ്, അഫ്ളലുൽ ഖൽഖ്, അശ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബഹ്റുൽ അമീഖുൽ വാസിഉ കൈഫ നഖൂദു വനഗൂസു ഫി ഹാദൽ ബഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ കടൽ ആണ്, ഏറ്റവും വലിയ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ ഒരരികിൽ പോലും നമുക്കെത്താൻ ആവുകയില്ല. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനദ് യമീൻ. ഒരു ചെറിയ മുട്ടുസൂചിയുണ്ട്, കടലിൽ നിന്നും തെറിപ്പിച്ചെടുത്ത വെള്ളം പോലെയാണ് മുഴുവൻ അമ്പിയാക്കൾക്കും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അറിവ്, മഹത്വം. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം, ശറഫാക്കപ്പെട്ട മുഖം, ശറഫാക്കപ്പെട്ട മുടി, ശറഫാക്കപ്പെട്ട കൈ, ശറഫാക്കപ്പെട്ട കാല്, ശറഫാക്കപ്പെട്ട വിയർപ്പ്, അങ്ങനെ ഓരോന്നും ശറഫാക്കപ്പെട്ടതാണ്. വദ്ദുഹാ വല്ലൈലി يقول الإمام الفخر الرازي رحمه الله هل من أحد فسر الضحى بوجه النبي صلى الله عليه وسلم وفسر الليل بشعره صلى الله عليه وسلم؟ يقول الإمام الفخر الرازي نعم فسر كثير من المفسرين. والضحى പ്രശോഭിതമായ മുഖം അല്ലാഹു സത്യം ചെയ്യുന്നു. അതുപോലെ വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ഏറ്റവും കറുപ്പുള്ള ഭംഗിയുള്ള മുടി, അതുകൊണ്ടും അല്ലാഹു സത്യം ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല ലം യഖ്സിമില്ലാഹു ബിഅഹദിൻ മിനൽ അംബിയാഇ ഇല്ലാ ബിൽ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅ്മഹൂൻ. ലഅംറുക ഉഖ്സിമു ബിബദനിക വഹയാതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം കൊണ്ട്, അവിടുത്തെ ഹയാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ്. മറ്റൊരു നബിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. അതിന് നാം നോക്കിയാൽ ധാരാളം അവിടുത്തെ മദ്ഹുകൾ പറയാനുണ്ട്. ആ മദ്ഹുകൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് നാം മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം, അവിടത്തോടുള്ള ഇത്തിബാഉം വേണം. ചില ആളുകൾ പറയും ഇത്തിബാഉ ഉണ്ടായാൽ മതി, നിബിധകളോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്കുകൾ അനുസരിക്കലാണെന്ന്. ഒരിക്കലും അല്ല. അനുസരിക്കൽ മാത്രം ഉണ്ടായാൽ അത് ഹുബ്ബ് ആവുകയില്ല. വല്ലദീന ആമനൂ ബിഹി വഅസ്സറുഹു വനസറുഹു വത്തബഉ النور الذي انزل معه اولئك هم المفلحون.
അവലൻ അൽ ഈമാൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമതായി നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. വഅസ്സറൂഹു ഹാനിയൻ തഅദീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ബഹുമാനിക്കുക. ثالثا ونصروه نصرة النبي صلى الله عليه وسلم. رابعا الاتباع واتبعوا النور الذي انزل معه. അപ്പോൾ ഇത്തിബാഉ വേണം, പക്ഷേ ലാ യക്ഫിൽ ഇത്തിബാഉ ഫഖത്ത്, ഇത്തിബാഉ മാത്രം പോരാ, മഹബ്ബത്ത് വേണം, തഅദീം വേണം. ആ തഅദീം വളരെ അധികം വേണം. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അവിടുത്തെ ആധാർ മുബാറക്കയെ സംബന്ധിച്ച്, അവിടുത്തെ ഷഹർ മുബാറക്കയെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. എല്ലാ ആലിമീങ്ങളും സംസാരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇവിടെ മസ്ജിദുൽ ആഹാർ, മസ്ജിദുൽ ആഹാർ നബവിയ്യ ശരീഫ, മസ്ജിദുൽ ആഹാർ, ഈ പള്ളി ഇൻഷാ അല്ലാഹ് അടുത്ത് തുടങ്ങി ഉയരാൻ പോവുകയാണ്. യാതൊരു സംശയവും അതിലില്ല. ഒരുത്തം പറഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം പ്രസംഗിക്കാം, അവന്റെ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ പേര് വന്നിട്ട് അതിന്റെ ഒറ്റ കുട്ടി ഇവിടെ ഉണ്ടെന്ന് പള്ളി പൊന്തൂല. പള്ളി പൊന്തൂല എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത പള്ളി അക്കാലത്തൊക്കെ പൊന്തൂലാണോ എന്നാണ് പറഞ്ഞതില്ലേ അർത്ഥം. പള്ളിയെടുക്കാൻ സമ്മതിക്കൂല. ഇവിടെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇന്ത്യയുടെ നിയമം ഒന്നാണ്, കേരളത്തിന്റെ നിയമം ഒന്നാണ്. കോർപ്പറേഷനും പഞ്ചായത്തും ഉള്ള നിയമം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒന്ന് തന്നെ. ആ നിയമം മുഴുവനും പാലിച്ചുകൊണ്ട് ഞങ്ങളൊരു പള്ളിക്ക് പ്ലാൻ കൊടുത്താൽ അനുവദിക്കാതിരിക്കാൻ ഇവിടെ ഒരൊറ്റ കുട്ടിക്കും സാധിക്കുകയില്ല. ഞങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന നിലക്ക് ഞാൻ പറയുന്നു, 2000-ഓളം പള്ളി ഞങ്ങൾ എടുപ്പിച്ച് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഈ കോഴിക്കോട് സിറ്റിയിൽ തന്നെ 30 പള്ളിയുണ്ട്. നിങ്ങളറിയോ? നാളെ ഒരാൾ പറയാം ആ 2000 പള്ളി എവിടെയാണ് തെളിയിക്കണോ? ഇവർക്ക് എന്താണ് പറ്റിയത്? നമ്മളാണോ 2000 പള്ളി എവിടെയാണ് തെളിയിക്കുന്നത്? നിങ്ങൾക്കാ തെളിയിക്കേണ്ടത്? കോഴിക്കോട് സിറ്റിയിലുള്ള 30 പള്ളി നിങ്ങളൊന്ന് നാളെ എണ്ണി നോക്ക്. ഞങ്ങൾ എടുപ്പിച്ചതാണ്, മർക്കത്ത് എടുപ്പിച്ചതാണ്. 30 പള്ളി കോഴിക്കോട് സിറ്റിയിൽ. മലപ്പുറം ജില്ലയിൽ എത്രയുണ്ട്? കണ്ണൂർ ജില്ലയിൽ എത്രയുണ്ട്? കാസർഗോഡ് ജില്ലയിൽ എത്രയുണ്ട്? കർണാടകത്തിൽ എത്രയുണ്ട്? വെസ്റ്റ് ബംഗാളിൽ എത്രയുണ്ട്? കാശ്മീരിൽ എത്രയുണ്ട്? അവിടെയെല്ലാം പോയി നോക്കൂ. ഞങ്ങൾക്ക് നിങ്ങളെ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന ബോധത്തോടുകൂടി എടുക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് ഞങ്ങൾ എല്ലാ കണക്കുകളും ഗവൺമെന്റിന് നൽകുന്നുണ്ട്. എല്ലാ കണക്കും നൽകുന്നുണ്ട്. 35 വർഷമായി മർക്കത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ ഇന്ത്യ ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും ഏത് ഗവൺമെന്റിനെല്ലാം കൊടുക്കണമോ അവിടെ മുഴുവനും ഞങ്ങൾ കണക്കുകൾ കൊടുക്കുകയും ബോധിപ്പിക്കുകയും ചെയ്ത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും ഈ പള്ളിയെടുക്കാൻ അനുവാദം ചോദിച്ചാൽ ഇവിടുത്തെ കോർപ്പറേഷൻ തരണം, പഞ്ചായത്ത് തരണം, മുനിസിപ്പാലിറ്റി തരണം. അതിന് നിയമം ഒക്കണമെന്നേ ഉള്ളൂ. ആ നിയമങ്ങൾ മുഴുവനും ഒപ്പിച്ചുകൊണ്ട് എല്ലാ നിബന്ധനയും പാലിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും തടയാൻ കഴിയില്ല. അതാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം, ഒരൊറ്റ ഷേഡ് സൂക്ഷിക്കാൻ 40 കോടിന്റെ പള്ളി വേണം. നിങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. പള്ളി
നിസ്കരിക്കാനാണ്. നിങ്ങൾ കണ്ടോ, ഇന്ന് തന്നെ രാവിലെ മർക്കസു തഖാഫത്തി സുന്നിയുടെ വലിയ ഗ്രൗണ്ട് മതിയായില്ലല്ലോ ജനങ്ങൾക്ക് നിൽക്കാൻ. എവിടം വരെയാണ് ജനങ്ങളെ ക്യൂ എന്നുണ്ടായത്? കാരന്തൂര് കുന്നമംഗലം ടൗണ് വരെ ക്യൂ നിന്നു. അസർ വരെ ജനങ്ങൾ ക്യൂവിൽ നിന്നുകൊണ്ട് ഷഹർ മുബാറക്കൽ സിയാറത്ത് ചെയ്തു. ഈ ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള സൗകര്യം വേണ്ടേ? അവർക്ക് കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. അതിന് വലിയൊരു പള്ളി വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ പള്ളിയോടനുബന്ധിച്ച് തന്നെ ഇൻഷാ അല്ലാഹ് അൽ ആഹാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹാർ മാത്രമല്ല, സഹാബത്തിന്റെ ആധാറുകളുണ്ട്, ഔലിയാക്കളുടെ ആധാറുണ്ട്. ഇന്ന് തന്നെ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ് മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിൽ മംബുറമി റളിയല്ലാഹു അൻഹു മമ്പുറത്തെ തങ്ങള് തലയിൽ കെട്ടിയിരുന്ന ഒരു തലയെക്കെട്ട് ഒരു മഹാനായ സയ്യിദ്, അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആൾ ഇന്ന് ഞങ്ങൾക്ക് മർക്കസിൽ കൊണ്ടുതരികയുണ്ടായി. അതിവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഔസുൽ ആലമിന്റെ ആധാറുകള്, റിഫായി ഷെയ്ഖിന്റെ ആധാറുകള്, അതേ പ്രകാരം കഴിഞ്ഞുപോയ സാലിഹീങ്ങളെ ആധാറുകൾ, അപ്രകാരം രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ചരിത്രങ്ങൾ, പുരാവസ്തുക്കൾ, ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു ഹെറിറ്റേജ് ഇസ്ലാമിക് മ്യൂസിയം ഈ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാകും. അൽ ഗുർഫത്തു ശരീഫ, അൽ ഗുർഫത്തു ലിൽ ആഖാരി ശരീഫ ഇൻഷാ അല്ലാഹ് യകൂനു മുത്തസിലൻ മഅൽ മസ്ജിദ്. കാന വാലിദു ദക്തൂർ അഹ്മദ് الشيخ محمد الخزرجي رئيس التراث الإسلامي في أبو ظبي، ثم كان رئيسه بعد وفاته. ഇസ്ലാമികമായ പഴയ പുരാതന വസ്തുക്കൾ ശൈഖുദാരിന്റെ കൽപ്പന പ്രകാരം ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പുണ്ട് ഗവൺമെന്റിൽ. ആ വകുപ്പിന്റെ കൂടി തലവനായിരുന്നു മഹാനവറുകളുടെ പിതാവ്. പിതാവ് മരണപ്പെട്ടതിന് ശേഷം മകൻ അതിന്റെ റئീസായി. അങ്ങനെ പുരാവസ്തു സൂക്ഷിക്കുക, അത് ജനങ്ങൾക്ക് ഈമാനും തഖ്വയും ഇബറത്തും ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള ആ സൂക്ഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ആ സൂക്ഷിപ്പാണ് നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാകുക. അതുപോലെ അവിടെ ഖുർആൻ സ്റ്റഡി സെന്റർ, ഹിഫ്ളുൽ ഖുർആൻ സെന്റർ ഉണ്ടാകും, ലൈബ്രറി ഉണ്ടാകും, വലിയ ലൈബ്രറികൾ, കിതാബുകൾ. കണ്ടില്ലേ, ഇപ്പൊ തുർക്കിയിൽ നിന്ന് വന്നവർ നമുക്ക് ഹദിയ തരുന്നത് കിതാബ് ആണ്. അതേ പ്രകാരം ചാനൽ നടത്തുന്നവർ അവർ നമുക്ക് കിതാബ് സമ്മാനിക്കുന്നു. അങ്ങനെ ഒരുപാട് കിതാബുകളും ശേഖരങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അതെല്ലാം ശേഖരിക്കുന്നതിന്, സമ്പാദിക്കുന്നതിന്, അതൊരുമിച്ച് കൂട്ടുന്നതിന് സ്ഥലം വേണ്ടിവരും. അതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു സമുച്ചയമാണ് നമ്മുടെ പള്ളി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴേക്കും അവിടെ ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് എന്തോ ഒരു ബിൽഡിങ്ങും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തുക. എന്ത് എസ്റ്റേറ്റാ ഇവിടെ? റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാ? ആർക്കാ നടത്തിക്കൂടാ? മർക്കസ് തഖാഫത്തി സുന്നിയുടെ നടത്തിപ്പിന് വേണ്ടി ആവശ്യമായ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒരുപക്ഷെ ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കും. മർക്കസിന്റെ നടത്തിപ്പിന് ഇപ്പോൾ തന്നെ ഒരു മാസം 1.5 കോടി ഉറുപ്പിക ആവശ്യമുണ്ട്. ഒരു മാസം 1.5 കോടി ഉറുപ്പിക ചെലവഴിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. ആ മർക്കസിന് ആവശ്യമുള്ള ചെലവിന് ഇനിയും കുട്ടികൾ വർദ്ധിച്ചു വരുമ്പോൾ ആവശ്യമായ വരുമാനം കിട്ടാൻ ഞങ്ങൾ ഒരു പക്ഷേ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാക്കിക്കൂടായികയില്ല. അത് ഉണ്ടാക്കിയാൽ അത് ശർഇന് തെറ്റല്ല,
മനുഷ്യരെടുക്കൽ തെറ്റല്ല, ബുദ്ധിയുള്ളവരെടുക്കൽ തെറ്റല്ല, അല്ലാത്തവർക്ക് തെറ്റായിരിക്കാം. അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു സമുച്ചയമായാൽ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത്, അതേസമയത്ത് മറ്റ് സമുദായങ്ങളോടുള്ള മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനമാണ് ഞങ്ങളുടെ എല്ലാ സംവിധാനവും. കഴിഞ്ഞ കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം, മറ്റ് സമുദായങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റായ നയം പ്രഖ്യാപിച്ചവരല്ല ഞങ്ങൾ മാനവികതയെ കാത്തുസൂക്ഷിക്കുന്നവരാണ്. ആ മാനവികതയെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന കേരള യാത്രയും അതിനുവേണ്ടി തന്നെയാണ്. ആ മാനവികത കാത്തു സൂക്ഷിക്കുക. മുസ്ലിം സമുദായം ഇവിടെ വർഗീയവാദികളല്ല, മുസ്ലിം സമുദായം ഇവിടെ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. തീവ്രവാദത്തിന് മതത്തെ ഭരിച്ചു കൊണ്ടുവരുന്നത് തികച്ചും ഖേദകരമാണ്. ഞങ്ങൾക്ക് നിർവാഹവും ഇല്ല. അത് മുസ്ലിംകളിലും ഹൈന്ദവരിലും ക്രൈസ്തവരിലും മറ്റെല്ലാ ജാതിയിലും 1, 2, 4, 10 ആളുകൾ അല്ലെങ്കിൽ 1% ആൾ തീവ്രവാദികളും ഭീകരന്മാരും ഉണ്ടായേക്കാം. അത് മുസ്ലിമുകളിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഉണ്ട്. ഈ തീവ്രവാദികളുടെ പേരിൽ മുസ്ലിം സമുദായത്തെ ഒന്നടക്കം ആക്ഷേപിച്ചുകൊണ്ട് അവർ തീവ്രവാദികളാണ്, ഭീകരന്മാരാണ് എന്ന് പറയുന്നതിന് ഒരിക്കലും അംഗീകാരമില്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങേയറ്റത്തെ വിനയത്തിലാണ് ജനങ്ങളോട് ബന്ധപ്പെടുന്നത്. അവിടുന്ന് ഗലീദുൽ ഖൽബായ മനുഷ്യനായിരുന്നുവെങ്കിൽ, പരിപരുത്ത സ്വഭാവക്കാരനോ ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ പഠനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. ലോകത്തോട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഗുണം ചെയ്യുക, പരസ്പരം സ്നേഹം കാണിക്കുക. അങ്ങനെ ചെയ്യുന്നവർ ഭൂലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഗുണം ചെയ്യുക, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന്. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ പഠിപ്പിച്ചു തന്നത്. അത് തന്നെയാണ് നാളിതുവരെ മുസ്ലിം സമുദായം തുടർന്നു വന്നത്. അതിനുവേണ്ടി എല്ലാവരും യത്നിക്കുക, പരിശ്രമിക്കുക. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും മറ്റും സംസാരിക്കാനുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ പള്ളിക്ക് ഇനിയും സഹായിക്കണം. ഒരുപാട് കോടി ഉറുപ്പിക വേണമല്ലോ, അത് നിങ്ങൾ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലൈബ്രറി ഷെൽഫ് മുഴുവനും ബാപ്പു ഹാജി ഫലസ്തീൻ ഫർണിച്ചർ അൽഹംദുലില്ലാഹ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. CP മുഹമ്മദ് അലി ദുബായ് 50,000 രൂപ, അഷ്റഫ് കിനാനൂർ 1,00,000 രൂപ, മൻസൂർ മിസ്ബാഹി പാലക്കാട് 25,000 രൂപ, മക്ക നാസിർ ഹാജി 25,000 രൂപ, ഗസാലി ഹാജി രാമനാട്ടുകര 25,000 രൂപ, മാധവത്തെ ഹുസൈൻ ഹാജി 1,00,000 രൂപ, കുണിയ അബ്ദുറഹ്മാൻ ഹാജി 1,00,000 രൂപ, നൂറ് അബ്ദുൽ നൂർ ഖത്തർ 1,00,000 രൂപ, കൊണ്ടൂർ ഉസ്താദിന്റെ മക്കൾ ധാരാളം സംഖ്യ ഇന്നലെയും പിരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഏകദേശം എത്രയോ
25 ലക്ഷം 30 ലക്ഷത്തോളം ആ മക്കള് നമ്മൾക്ക് പിരിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതുപോലെ അലി ബാക്കവി 10 ലക്ഷത്തിലധികം ഉറുപ്പിക നമുക്ക് പിരിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് ആളുകള്. ചെമ്മാട് ഇബ്രാഹിം കുട്ടിയാക്കി ലക്ഷക്കണക്കിന് രൂപ നമുക്ക് പിരിച്ചു തന്നിട്ടുണ്ട്. വൈലത്തൂർ സയ്യിദ് യൂസുഫ് കോയത്തങ്ങളവകൾ ധാരാളം സംഖ്യ പലരിൽ നിന്നുമായി നമുക്ക് വാങ്ങി ശേഖരിച്ച് തന്നിട്ടുണ്ട്. സിറാജ് 25,000 ഉറുപ്പിക അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മീരാൻകുട്ടി ഹാജി പേരാമ്പ്ര 25,000 ഉറുപ്പിക. ഞാൻ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാകും. എന്നാലും ഒരല്പസമയം പേരോടിന്റെ പ്രസംഗവും കൂടി കഴിയുന്നതുവരെ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫാത്തിമക്കുട്ടി ഗുവായിൽ വാഴക്കാട് ജിദ്ദയിൽ നിന്ന് 1 ലക്ഷം ഉറുപ്പിക. പൊന്മള ഉസ്താദിന്റെ വകയായി ഒരു മുസല്ല 25,000 ഉറുപ്പിക അവരുടെ ഉമ്മക്ക് വേണ്ടി സംഭാവന പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബ് അബ്ദുൽ അസീസ് ലണ്ടനിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു 25,000 ഉറുപ്പിക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും ദുആ ചെയ്യുക. അർഹമർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ സദസ്സിൽ ലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി ഈ ആളുകളെ മുഴുവനും ഹലാലായ മുറാദുകളിനെ ഹാസിലാക്കണം റഹ്മാനെ. എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. അർഹമർ റഹീമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ഇബ്രാഹിം സാഹിബിന്റെ ഉമ്മ ആശുപത്രിയിലാണ്, അവർക്ക് ശിഫ കൊടുക്കണം റഹ്മാനെ. പടത്തവനെ മലപ്പുറം ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കൊടുമുടി ഹസൻ മുസ്ലിയാർ ഇന്ന് പെട്ടെന്ന് ഒരു ഭാഗം കുഴഞ്ഞു പോയിരിക്കുന്നു. പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറയണം, പോക്കന്റെ തിരക്കാവല്ല. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പ്രിയ അർഹമർ റഹീമായ റബ്ബേ, നമ്മളെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പരിപാടികൾ ഉണ്ടാകുന്ന സമയത്ത്, എല്ലാ സമയത്തും വേണ്ടതൊക്കെ ചെയ്തു തന്നിരുന്ന മഹൽ വ്യക്തിയാണ് മർഹൂം ചാലിയം ബാവ ഹാജി. അർഹമർ റഹീമായ റബ്ബേ, അദ്ദേഹം ഇന്ന് ഖബറിലാണ്. നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മകനും ഇന്ന് അദ്ദേഹത്തിന്റെ അതേ വഴിയിൽ തന്നെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോഴും സ്റ്റേജിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാവിലെ സുബഹിക്ക് മർക്കത്തിലെത്തിയിട്ടുണ്ട്. ആ മകനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സാത്തീദ് സയ്യിദ് കുട്ടി ഉസ്താദ് അവர்கள், അവയിലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ, സയ്യിദ് ഫളൽ പൂക്കോൽ തങ്ങൾ, സയ്യിദ് ജമലുൽ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ എല്ലാവിധ സേതാത്തുക്കൾ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. കൊണ്ടൂർ ഉസ്താദിന്റെ ദർജനെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഇന്നും ഇന്നലെയും മെയ്യാതുമായി മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ നിന്ന് അബൂദാബിയിൽ ഒരുപാട് കൊല്ലം മർക്കസിന്റെയും SYS-ന്റെയും പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ അവേലത്ത് അവർ മരണപ്പെട്ടു പോയി. അർഹമർ റഹീമായ റബ്ബേ, അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഭാര്യ ബീവിക്കും മകൻ അബ്ദുസ്സബൂറിനും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ക്ഷമ കൊടുക്കണേ റഹ്മാനെ.
വയനാട് ഹസൻ മുസ്ലിയാരുടെ അമ്മായിമ്മ ഇന്ന് അല്പസമയത്തിന് മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ബേപ്പൂർ കാളി സുഖമില്ലാതെ കിടക്കുകയാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും ഉണ്ടാകുന്ന ആൾ വന്നോ അള്ളാഹു അദ്ദേഹത്തിന്റെ സുഖം പൂർണ്ണമായി സുഖമായി കൊടുക്കട്ടെ. ചേരക്കല ഉമർ ഹാജിയുടെ ഉപ്പ ഇന്ന് മരിച്ചിരിക്കും. ഉമർ സഖാഫി അവരുടെ ഉപ്പ അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഐസിഎസ് പ്രവർത്തകൻ അള്ളാഹു താല ശരിയായി കൊടുക്കട്ടെ. അള്ളാഹു ശരിയായി കൊടുക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ഷമീർ അവേലം 25,000 ഉറുപ്പിക. ഹുസൈൻ മംഗലും ആടാനപ്പള്ളി 25,000 ഉറുപ്പിക. ബാദുഷാ തങ്ങൾ വാടാനപ്പള്ളി 25,000 ഉറുപ്പിക. ഇൻഡോറിൽ നിന്ന് വന്ന ഫൈസൽ ബായി 25,000 ഉറുപ്പിക. രാജു ബായി 25,000 ഉറുപ്പിക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഡോക്ടർ ഷഫീഖ് വില്ലാപ്പള്ളി 25,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ ഉള്ള ഹജ്ജ് അതേപ്രകാരം ഉംറയും സ്ഥിരമായി എല്ലാ മാസവും കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നു. അടുത്ത ബാച്ചിലേക്കുള്ള ബുക്കിംഗ് മർക്കസ് കോംപ്ലക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. മർക്കസ് ഉംറയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അടുത്ത ബാച്ച് ഫെബ്രുവരി 19 പിന്നെ എല്ലാ മാസവും 1-ാം തീയതി പുറപ്പെടുന്ന ഉംറ ബാച്ചുകളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. മർക്കസ് ട്രാവൽ മാർട്ടിലൂടെയും ഇതിന്റെ ബുക്കിംഗ് നടത്തുന്നുണ്ട്. പനന്തോൽക്കൽ തങ്ങളിൽ 25,000 ഉറുപ്പിക. സുബൈർ ആറിസി 50,000 ഉറുപ്പിക. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് റഹ്മാനായ അല്ലാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി തരട്ടെ. എല്ലാവരും ആമീൻ പറയാം. നമ്മുടെ എല്ലാ രോഗങ്ങളും ഒന്ന് ശിഫാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മുടെ പണ്ഡിതന്മാരിൽ പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. KP അബ്ദുൽ മുസ്ലിയാർ തീരെ സുഖമില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വിസ തീരുന്നത് കൊണ്ട് ഗൾഫിൽ എങ്ങനെയോ പോയിരിക്കുന്നു. അദ്ദേഹത്തിന് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഇസ്മായിൽ അബുദാബി 25,000 ഉറുപ്പിക. റഹ്മാനായ റബ്ബേ തൗഫീഖ് നൽകണേ റബ്ബേ. ഇവിടെ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന് വാങ്ങിയവർക്കൊക്കെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഇനി തേന് ബാക്കി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതെല്ലാം വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുറവണ്ണൂർ കുഞ്ഞായൻ ഹാജിയുടെ മകൻ ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നു. അള്ളാഹു എന്നെ ശിഫയാക്കണേ റബ്ബേ. പിന്നെ ഈ ഇരിക്കുന്ന ജനങ്ങള് പല കാര്യവും പറയാൻ അവർക്കുണ്ടാവും. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന്. പടച്ചവനെ എല്ലാം നീ അറിയുന്നവനാണ്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. ആസിഫ് അബുദാബി 50,000 ഉറുപ്പിക. കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ AK അബൂബക്കർ മുസ്ലിയാരുടെ മകന്റെ കുട്ടിക്ക് സുഖമില്ല. നീ സുഖമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. കേരള ഗവർണർ MOH ഫാറൂഖ് അടുത്ത ദിവസം മരണപ്പെട്ടു. അദ്ദേഹം ജാർഖണ്ഡിൽ ഗവർണറായിരുന്ന കാലത്ത് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിക്കുകയും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ വളരെയധികം നിലക്ക് സ്വീകരിച്ചു. ആ സ്വീകരണത്തിന്റെ കൂട്ടത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം ജാർഖണ്ഡിൽ മുഴുവനും ചെലവഴിക്കണം, അനുവദിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് ശുപാർശ ചെയ്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ
മദ്രസ, അവിടെ എത്രയോ മദ്രസകൾ തുറക്കാൻ, അവിടെ നമ്മുടെ ബുക്കുകൾ നടത്താൻ സഹായിച്ച വ്യക്തി കൂടിയാണ് MOH ഫാറൂഖ്. മാത്രമല്ല, ഒരു ഹാഫിമിന് റമദാൻ നിസ്കരിക്കാൻ തരണം, തറാവീഹ് നിസ്കരിക്കാൻ തരണമെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിയിൽ പോകാൻ മടിച്ചത് കൊണ്ടല്ല, പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്റെ കൂടെ പട്ടാളവും പോലീസും ധാരാളം ഉണ്ടാവും, അത് പള്ളിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ജമാഅത്ത് വീട്ടിൽ നടത്തുന്നതെന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മൗഫിറത്ത് നൽകട്ടെ. 20 റക്അത്ത് നിസ്കരിക്കുന്ന അദ്ദേഹത്തിന് അള്ളാഹു തആല മൗഫിറത്ത് നൽകട്ടെ. അതുപോലെ മഞ്ഞനാടി ഉസ്താദ്, അടുത്ത ദിവസം നമ്മളോട് ഇവിടെ നടന്ന മഞ്ഞനാടി ഉസ്താദ്, അദ്ദേഹത്തിന്റെ പുതിയാപ്പിളയും മുഹിമ്മാത്തിലെ ഉസ്താദുമായിരുന്ന ആലമ്പാടി ഉസ്താദ്, രണ്ടുപേർക്കും അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, അള്ളാഹു തആല അവർക്ക് ബർക്കത്ത്, അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. തിരുവരങ്ങാടി ബാപ്പു മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. അതുപോലെ നമ്മളെ ആലിമീങ്ങളിൽ നമ്മളെ മോളൂര് മഹാന മുസ്ലിയാര് സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ സംഘടനയിലും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലുമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ആനക്കര KP ഹുസൈൻ ഹാജി എന്ന കുഞ്ഞാപ്പ് ഹാജി 1 ലക്ഷം ഉറുപ്പിക, കുഞ്ഞിപ്പോക്കർ ഹാജി ഓമച്ചപ്പുഴ 1 ലക്ഷം ഉറുപ്പിക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജാഫർ പാനൂര് 10,000 ഉറുപ്പിക, വളരെ കഴിവ് കുറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ സൊക്കേട് നീ ശിഫയായി കൊടുക്കണം റഹ്മാനെ. നല്ല പ്രവർത്തകനാണ്. കുഞ്ഞുട്ടി കോഴ്ചന ഉമ്മയുടെ പേരിലുള്ള മുസല്ല 25,000 ഉറുപ്പിക. ഷരീഫ് കാലത്തേരി ദുബൈയിൽ നടത്തുന്ന ഗൾഫ് സിറാജിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഒമാനിലെ പ്രവർത്തകർ ഇപ്പോൾ അവരുടെ സിറാജ് ആരംഭിക്കാൻ പോകുന്നുണ്ട്, അവർ ദുആ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. മുതുവല്ലൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടുത്ത ദിവസം മരിച്ചുപോയ അദ്ദേഹത്തിന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമറാഹിമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള മുഴുവൻ ഖൈറായ ഉദ്ദേശങ്ങളും അറിയുന്ന റബ്ബേ, നീ അത് മുഴുവനും സാധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുന്നവരും സുബ്ഹാനല്ലാഹ് ഗൾഫിലുള്ള നമ്മളെ പ്രവർത്തകന്മാരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നില്ല. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. അവർക്കെല്ലാവർക്കും ശിഫയാക്കി കൊടുക്കണം റഹ്മാനേ. അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും ഗൾഫിലും ഇവിടെയും ജയിലിൽ കിടക്കുന്ന ആളുകളെ നീ പെട്ടെന്ന് മോചിപ്പിക്കണം റഹ്മാനേ. അകാരണമായി ജയിലിൽ കിടക്കുന്ന പലരുമുണ്ട്, അവരെ നീ മോചിപ്പിക്കണം റഹ്മാനേ. മോചിപ്പിക്കണം റഹ്മാനേ. സലാമത്ത് നൽകണം റഹ്മാനേ. അർഹമറാഹിമായ റബ്ബേ, മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിക്കണം റഹ്മാനേ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്നവര്, പള്ളി ദർസിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കുന്നവര്, മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കെല്ലാം പരീക്ഷ മുന്നിടുകയാണ്. അവരെ നീ വിജയിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മസ്ജിദുൽ ആഫാറിന്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് എടുക്കാനും പൂർത്തീകരിക്കാനും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. അതിലേക്ക് മെമ്പർ തന്ന അബ്ദുൽ നാസിറിനും അതിലേക്ക് 10 ലക്ഷം രൂപ മംഗലാപുരത്ത് നിന്ന് അവിടെ പേരുണ്ട് മറന്നല്ലോ, മംഗലാപുരത്ത് 10 ലക്ഷം രൂപ നമ്മളെ ഹാജി നസീർ സാഹിബ് 10 ലക്ഷം രൂപ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവർക്കും അതുപോലെ മറ്റു വാഗ്ദത്തം ചെയ്തവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവർക്കും റാഹത്താക്കണേ റഹ്മാനെ. ഈ പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഉമ്മർ ഹാജി, അതുപോലെ
ഇവിടുത്തെ ഷക്കീർ, നസീർ, അതുപോലെ സിദ്ദീഖ് ഹാജി, മൂസ ഹാജി, അങ്ങനെ തുടങ്ങിയ ആളുകളും അവരുടെ പിന്നിലുള്ള കോഴിക്കോട്ടും പരിസരത്തുമുള്ള ചെറുപ്പക്കാർ സുബ്ഹാനല്ലാഹ് ഈ സ്ഥലം ഇന്നും അവര് പണക്കരിക്കാൻ സൗകര്യമാക്കി കേൾക്കാൻ എത്ര ദിവസമായി അവർ പണിയെടുക്കുന്നതെന്നറിയോ? ഇവിടെ എല്ലാം വൃത്തികേടായി എന്തെല്ലാമോ ആയി കിടക്കുകയായിരുന്നു. അത് മുഴുവനും വൃത്തിയാക്കി സ്റ്റേജും പന്തലും സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തുന്നതിന് സഹായിച്ച ആ ബിച്ചു മാത്തോട്ടം എല്ലാ ആളുകൾക്കും നീ പ്രത്യേകമായി ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. നമ്മളെ വളണ്ടിയർമാര് ദിവസങ്ങളോളമായി പട്ടിണി കിടന്നുകൊണ്ട് ഖിദ്മത്ത് ചെയ്യുകയാണ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇന്ന് പ്രത്യേകിച്ചും രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഖിദ്മത്ത് ചെയ്ത ഖാദിമീങ്ങളെ വളണ്ടിയർമാരെ എനിക്കറിയാം. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പടച്ചവരെ, ഈ സദസ്സിൽ വരാത്ത ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ ഉമ്മവങ്ങന്മാരും സഹോദരിമാരുമുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാരും, ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ പലരും മരിച്ചുപോ